ഹലോ ഫ്രണ്ട്സ്, ദ ഗാർഡനിങ് ഷെഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചോറിനും അതുപോലെ തന്നെ ചപ്പാത്തിക്കും ഒഴിച്ച് കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പം നമ്മൾ ഉച്ചയ്ക്ക് ചോറിന് കഴിച്ചു കഴിഞ്ഞാൽ രാത്രി ചപ്പാത്തി കഴിക്കുന്നവരാണെങ്കിൽ ഈ ഒരു സെയിം കറി തന്നെ മതി. ചപ്പാത്തി മാത്രം നമ്മൾ എക്സ്ട്രാ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സവോള, പച്ചമുളക്, ടൊമാറ്റോസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പാൻ ചൂടാക്കിയിട്ട് നമുക്ക് തേങ്ങ കുറച്ചൊന്ന് വറുത്തെടുക്കണം. തേങ്ങ വറുത്തെടുക്കുന്ന സമയത്ത് നമ്മൾ തീയലിനൊക്കെ ചെയ്യുന്ന പോലെ ഒരുപാട് എല്ലാ തേങ്ങയും ബ്രൗൺ ആക്കിയിട്ട് എടുക്കണം എന്നില്ല കേട്ടോ. തേങ്ങയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് ഒന്ന് ചെറുതായിട്ട് കളറൊക്കെ ചെയ്ത് വന്നാൽ മതി. ഇത്രയും മതി. ഇനി ഞാൻ തേങ്ങ വറുത്തതിന് കുറച്ചെടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കിയുള്ളതിലേക്കാണ് കറിവേപ്പില, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു അളവിനൊക്കെ അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എനിക്കെല്ലാം ഒരു അളവിൽ ചെയ്യുന്ന ആളായതുകൊണ്ടാണ് ഞാനങ്ങനെ പറയണത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടി ചൂടാക്കിയിട്ട് ചൂടാറാൻ വയ്ക്കാം. അതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് ഇത്തിരി വെള്ളം ചേർത്ത് അരച്ചെടുക്കുക. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പില, അതുപോലെ ചേമ്പിൻ താൾ ക്ലീൻ ചെയ്തിട്ട് ചെറിയ പീസാക്കിയിട്ട് നുറുക്കുക. അപ്പോൾ ഇതുപോലെ നീളത്തിൽ പീസാക്കി കട്ട് ചെയ്യുമ്പോൾ കറിയിൽ കിടക്കുന്നത് കാണാനായിട്ട് നല്ലൊരു ഭംഗിയുണ്ടാകും. പെട്ടെന്നൊന്ന് കുക്കായി കിട്ടുകയും ചെയ്യും കേട്ടോ. ചേമ്പിൻ താളിന് ഒരുപാട് കുക്കിംഗ് ടൈമൊന്നും എടുക്കില്ല, എങ്കിലും പെട്ടെന്ന് റെഡിയായി കിട്ടും. ഈ ടൊമാറ്റോ സവാളയൊക്കെ റെഡിയാവുന്ന സമയം കൊണ്ട് തന്നെ റെഡിയായി കിട്ടും. ഇനി ഇതിലേക്ക് ഇത്തിരി വെള്ളം കൂടി ചേർത്തതിന് ശേഷം ഉപ്പൊക്കെ ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ വാളൻ പുളിയുടെ ഒരു ചെറിയ പീസ് കൂടി ഞാൻ തേങ്ങയുടെ അരപ്പിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതുപോലെ പച്ചക്കറികളൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഈ തേങ്ങ നന്നായിട്ടൊന്ന് ആദ്യം പൊടിച്ചതിന് ശേഷം ഏത് കറിക്കായാലും ഒരിത്തിരി വെള്ളം കൂടി ചേർത്ത് അരക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അരഞ്ഞും കിട്ടും, നല്ല ഫൈൻ പേസ്റ്റായിട്ട് കിട്ടും. ഇനി ഇത് ഫുള്ള് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് വീഡിയോയുടെ കുറച്ച് ക്ലിപ്പിങ്സ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതൊന്നും കാണാതിരുന്നത് കേട്ടോ. ഇനി കറി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതുപോലെ കുറച്ച് ചെറിയ ഉള്ളി, കറിവേപ്പില, ചെറിയ ഉള്ളിക്ക് പകരം സവാളയിലും മതി, ഒരിത്തിരി മുളക് പൊടിയും കൂടി ചേർത്ത് താളിച്ചൊഴിക്കുക. ഇത്രയേ ഉള്ളൂ, കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്കും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.